സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഒരു ഗുരുവിന് ഒരു മാർഗം, സത്യത്തിൻ്റെ മാർഗം, സെൽഫ് റിയലൈസേഷൻ എന്നുള്ളൊരു പദം തന്നെ നിങ്ങളുടെയും എൻ്റെയും സെൽഫ് വേറിട്ട് നിൽക്കുന്ന ഒന്നല്ല. സ്വഭാവങ്ങളിൽ വ്യത്യസ്തതയുണ്ടായിരിക്കാം, കാഴ്ചപ്പാടിലും വ്യത്യാസതയുണ്ടായിരിക്കാം. ഇത് ബുദ്ധി പ്രൊഡ്യൂസ് ചെയ്യുന്ന തോട്ട്സിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ജന്മജന്മങ്ങളുടെ വാസന കൊണ്ട് സൂക്ഷ്മ ശരീരം, സൂക്ഷ്മ മനസ്സ്, ലിംഗമായിരിക്കുന്ന വാസനകൾ, അത് നമ്മളിൽ സൃഷ്ടിക്കുന്ന പല വാസനകളുമുണ്ട്. എന്നാൽ സെൽഫിന് വ്യത്യാസമല്ല. സെൽഫ് ഈസ് ട്രൂത്തായിരിക്കുന്ന സെൽഫ് ഒന്നേ ഉള്ളൂ. അതിനെ എങ്ങനെ നമുക്ക് റിയലൈസേഷൻ ചെയ്യാം? അതിനാണ് ഗുരു പരമ്പര ഇവിടെ അവതരിക്കുന്നത്. ഗുരുവിൻ്റെ എന്താ പറയുക, എല്ലാവർക്കും ആത്മീയ, ഞാൻ അറിഞ്ഞു, ഞാനിത് എൻലൈറ്റഡായി, എനിക്ക് സത്യം അറിഞ്ഞു എന്നൊക്കെ പറയാം. പക്ഷേ നമുക്കതിനെ ചോദ്യം ചെയ്യാം. ഒരു മനുഷ്യൻ്റെ തോന്നലാണെങ്കിലോ, ഒരു തോന്നലാണെങ്കിലോ, അവനൊരു അലോസിനേഷൻ സംഭവിച്ചാണല്ലോ എന്ത് ചെയ്യും? ഈ സെൽഫ് ഒന്നേ ഉള്ളൂ, എന്താ പറയുക, ആനന്ദം ഒരു അനുഭൂതിയാണ്, ഇങ്ങനെയൊക്കെ പറയാൻ എല്ലാവർക്കും എളുപ്പമാണ്. പലർക്കും സ്പിരിച്വലി ഇറങ്ങുന്നവർക്ക് ഒരു സൈക്കിക് സ്ട്രേറ്റ് ആ ഒരു തലങ്ങൾ സംഭവിക്കുന്നുമുണ്ട്. എന്നാൽ ഗുരു ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തനാണ്. ഗുരുവിൻ്റെ ഉള്ളിൽ അറിഞ്ഞ തിരിച്ചറിവിനെ അത് നിങ്ങൾക്ക് അനുഭവിപ്പിക്കാൻ കഴിയും. അത് എങ്ങനെ സാധിക്കും? അതാണ് ദീക്ഷ. ചിലവരെന്നോട് ചോദിക്കും, ഗുരുജി, അതവരെ അങ്ങനെ അവർക്ക് പറഞ്ഞ് അവരതിനോട് എന്താ പറയുക, ഒരു ഇൻട്രസ്റ്റ് കാണിച്ചിട്ട് അതൊക്കെ ഒരു സൈക്കോളജി രീതിയാണോ, അതൊക്കെ ഒരു സൈക്കാട്രി അല്ലെങ്കിൽ എന്തൊരു ഹിപ്പോട്ടിസം രീതിയിലാണോ ഇതൊക്കെ നമ്മൾ അവരുടെ കണ്ണിന് ആനന്ദം വിളിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ബോഡി വൈബ്രേറ്റ് ചെയ്യുന്നത്? നോക്കൂ, അങ്ങനെയൊന്നുമല്ല. ഒരു ഗുരു ഒരു പൂർണ്ണമായിരിക്കുന്ന അവസ്ഥയിൽ സമാധി സ്ഥിതിയിലാണ്. എൻ്റെ അടുത്ത് നിങ്ങൾക്ക് 1 മണിക്കൂർ നിങ്ങൾ ഇരിക്കുമ്പം തന്നെ ഞാൻ നിങ്ങളുമായി ഒന്നും മിണ്ടിയില്ലെങ്കിൽ പോലും നിങ്ങൾ എൻ്റെ അടുത്ത് ഇരിക്കുകയാണ്. നിങ്ങൾ വെറുതെ കണ്ണടച്ചിരുന്നാൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? കുറച്ച് നേരം നിങ്ങളെ അലട്ടുന്ന പല ചിന്തകളും നിങ്ങളിൽ കടന്നു പോകും. അതിനുശേഷം നിങ്ങൾ നേരെ ഉറക്കത്തിലേക്ക് കടന്നു പോകും, അല്ലേ? എന്നാൽ നിങ്ങളൊരു ശക്തമായി ഒരു സമാധിയിലിരിക്കുന്ന ഒരാഴത്തിലിരിക്കുമ്പം നിങ്ങൾ കുറച്ച് നേരം ഇരിക്കുമ്പോൾ തന്നെ നിങ്ങളെന്താണെന്നും നിങ്ങളുടെ ബോധ്യവും നിങ്ങളുടെ പേരും ഒക്കെ നിങ്ങൾക്ക് നല്ല ഓർമ്മ കാണും. അവിടെ ഒരു മന്ത്രമില്ല, അവിടെ ഒരു തന്ത്രമില്ല, ഒന്നും ഉപയോഗിക്കാതെ തന്നെ ആ സമാധി ഇരിക്കുന്ന ആ ഓറയുടെ അടുത്താണ് നിങ്ങളിരിക്കുന്നത്. നിങ്ങളുടെ ബോഡി നിങ്ങൾക്ക് പോലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ബോഡി കിടന്ന് വൈബ്രേറ്റ് ചെയ്യും. നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. നിങ്ങളുടെ ശരീരത്തിൻ്റെ ആ കമ്പനത്തെ നിങ്ങളുടെ ബോഡി കിടന്ന് വിറച്ചുകൊണ്ടിരിക്കും. അത് കുറച്ചുകൂടും എത്തുമ്പം നിങ്ങളെന്നുള്ള ആ വ്യക്തിത്വം ഉണ്ടല്ലോ, ആ വ്യക്തിബോധം, നമ്മൾ ഈ അഹന്ത എന്ന് പറയുന്നത്, ഞാനെന്നുള്ളൊരു ഭാവം അവിടെ ഇല്ലാതാവും. അല്പനേരമെങ്കിലും നിങ്ങൾ ആ ശിവനായിരിക്കുന്ന ശിവാനന്ദ ലഹരിയൊന്ന് അനുഭവിച്ചറിയും. അപ്പം നിങ്ങളെ ഒരു നിമിഷം നോക്കുമ്പം പലരും പല ഈവൻസും കഴിഞ്ഞിട്ട്, ഗുരുജി ഞാൻ തന്നെയാണോ, അല്ലെങ്കിൽ എൻ്റെ ആ ഒരു സ്റ്റേറ്റ് ഇങ്ങനെ ആയിരുന്നു എന്നൊക്കെ ഈവൻസിൻ്റെ വീഡിയോ വന്നു കഴിയുമ്പോഴാണ് അവർ പറയുന്നത്. നിങ്ങളുടെ കണ്ണിൽ നോക്കുമ്പോൾ തന്നെ അറിയാം നിങ്ങൾ വേറൊരു അനുഭൂതിയിലേക്ക് ആ നിമിഷം കടന്നുപോയെന്നുള്ളത്. ആ ഒരു നിമിഷം നിങ്ങൾ അറിയുന്നൊരു തിരിച്ചറിവുണ്ട്. എൻ്റെ സെൽഫ് ഇല്ലാതാവുമ്പം എനിക്ക് ഒരു ട്രൂത്തായിട്ടുള്ളൊരു സ്റ്റേറ്റ് ഉണ്ടെന്നുള്ളൊരു റിയലൈസേഷൻ സംഭവിക്കും. ഇത് കൊടുക്കാൻ കഴിയുന്ന മാർഗമാണ് ഗുരു പരമ്പര നൽകിയിരിക്കുന്ന ദീക്ഷ എന്ന് പറയുന്നൊരു മാർഗം. അത് നിങ്ങൾ അനുഭവിക്കണം. നിങ്ങളുടെ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഒന്നിനെ ഗുരുവിന് നിങ്ങളെ ഒരിക്കലും ബുദ്ധി കൊണ്ട് ഇത് പഠിപ്പിക്കാൻ കഴിയില്ല. നിങ്ങളുടെ
ഇന്ദ്രിയങ്ങളെല്ലാം ഓർക്കുന്ന കാര്യങ്ങൾ മാത്രമേ ബുദ്ധിക്ക് ചിന്തിക്കാൻ കഴിവുള്ളൂ. എന്നാൽ അതിൻ്റെ അപ്പുറത്ത് നിങ്ങൾക്ക് നിൽക്കുന്ന മനസ്സിന് ഈ തിരിച്ചറിവും ബോധവുമുണ്ട്. അതിനാണ് വ്യഗ്രാന്ത സാധന, സൂക്ഷ്മമായുള്ള ഈ പ്രപഞ്ചത്തെ മനസ്സിലാക്കാനുള്ള സാധനാ രീതികൾ ഒരുക്കുന്നത്. നിങ്ങളുടെ ബുദ്ധിക്ക് ഇതിനെല്ലാം ഗ്രഹിക്കാനുള്ളൊരു കഴിവ് ലഭിക്കും. ഈ സൃഷ്ടി എന്താണെന്നുള്ള പൂർണ്ണ ബോധ്യം നിങ്ങൾക്ക് ലഭിക്കും. എങ്ങനെ ലഭിക്കണം? നിങ്ങൾ സൂര്യനുമായി അടുക്കണം. സൂര്യൻ അറിയാത്തതായിട്ടുള്ള രഹസ്യമില്ല ഇവിടെ ഒന്നും. നിങ്ങളുടെ ഉള്ളിൽ സൂര്യബുദ്ധി ഒരയ്ക്കുമ്പം ഈ ലോകവും ഞാനും എൻ്റെ ചുറ്റുമുള്ള ജന്തുക്കളും എന്ത് തലത്തിലാണ്, എങ്ങനെയാണ് ഇതിൻ്റെ അടിസ്ഥാനം എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. നിങ്ങൾ മനസ്സിലാക്കിയാൽ പിന്നെ ഒരാളുടെയും സഹായം നിങ്ങൾക്ക് ആവശ്യമില്ല. ഒരാൾ അതിനുവേണ്ടി നൽകുന്ന ഒരു മാർഗമാണ് ദീക്ഷ. ശിവരാത്രി ഒരു ഉയർന്ന സാധ്യതയാണ്. ശിവരാത്രിയുടെ വലിയൊരു കമ്പനം ഈ സൃഷ്ടിയിൽ നടക്കുന്ന ആ കമ്പനത്തെ നിങ്ങൾ സ്വീകരിക്കുക. അറിയുക, എൻ്റെ ബുദ്ധി ഞാനെന്ന് പറയുന്ന വ്യക്തിബോധത്തിലിരിക്കുമ്പോഴും എൻ്റെ ശരീരം എൻ്റെ മൊത്തം ഓർമ്മകളെയും ചുമന്നിരിക്കുമ്പോഴും എനിക്കതിൻ്റെ അപ്പുറത്തേക്കൊരു ആനന്ദാനുഭൂതി ഉണ്ടെന്നുള്ളതും ആ തൃപ്തികരമായ അവസ്ഥയെ എക്സ്പീരിയൻസ് ചെയ്യുക. യുവർ ഓൺ എക്സ്പീരിയൻസ്. അതിലൂടെ കടന്നുപോയി നിങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. നമസ്കാരം.